നമസ്കാരം. എൻ്റെ ഈ മെസ്സേജുകൾ കണ്ട് പലരും എന്നോട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ വിളിച്ചിട്ട് അവരുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ അത് എങ്ങനെയെങ്കിലും മാറ്റിത്തരുമോ, നേരിട്ട് വന്ന് കാണട്ടെ എന്നൊക്കെ ചോദിച്ച് പലരും സംസാരിക്കുന്നുണ്ട്. ഞാനൊരു വർഷങ്ങൾക്ക് മുന്നമേ, ഒരു 16 വർഷത്തിനൊക്കെ മുന്നമേ ഇങ്ങനെയൊക്കെ വരുന്ന വ്യക്തികളെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമായിരുന്നു. ബാധ പോലെയും ചില നെഗറ്റീവ് ശക്തികളൊക്കെ അവർക്ക് സാമ്പത്തികത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് മാറ്റി ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ദൈവം എന്നെ കൊണ്ട് അത് നിർത്തിവെപ്പിച്ചു. കാരണം എന്നോടൊരു കാര്യമേ ദൈവം ചോദിച്ചുള്ളൂ, ഈ പ്രാർത്ഥിച്ച് ഈ പ്രശ്നം മാറിപ്പോകുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഷയം ആയിട്ട് വരുന്നൊരു വ്യക്തി അത് ക്ലിയറായി എന്നും പറഞ്ഞ് പോകുമ്പോൾ ഒരാഴ്ച അല്ല 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരു വലിയ വിഷയമായിട്ട് അവർ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അത് ശരിക്കും മാറുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ജ്യോത്സ്യരെയോ അല്ലെങ്കിൽ ഒരു പൂജാരിയോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു മദ്രസയിലേക്കുള്ള അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ശക്തിയാൽ ചില നെഗറ്റീവ് ശക്തികൾ നമ്മളിൽ നിന്ന് മാറിയാൽ, ഈ നെഗറ്റീവ് ശക്തിയെക്കാട്ടിലും ശക്തിയുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവിൻ പുറത്ത് അല്ലെങ്കിൽ ആ സംസാരത്തിന് പുറത്ത് ഈ നെഗറ്റീവ് ശക്തികൾ അയാളെ പേടിച്ച് ഒന്ന് മാറി നിൽക്കുന്നതാണ് നമ്മളീ കാണുന്ന കൂടുതലും ഈ രോഗസൗഖ്യങ്ങളും ഇതൊക്കെ അറിയാലോ. പക്ഷേ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുകയും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇറങ്ങിപ്പോയ ആ തിന്മയുടെ ശക്തി തിരിച്ച് നമ്മളിൽ തന്നെ തിരിച്ച് വന്ന് കയറും. കാരണം അന്ന് ഇറങ്ങിപ്പോയത് ആ പുള്ളിയുടെ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്ത ആ വ്യക്തിയെ പേടിച്ചിട്ടാണ് ഈ നെഗറ്റീവ് ശക്തികൾ അന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഈ നെഗറ്റീവ് ശക്തിയെ വഹിച്ചു കൊണ്ടിരുന്ന ഈ വ്യക്തിയെ ഈ ശക്തികൾക്ക് പേടിയില്ല. കാരണം ഈ വ്യക്തി ഒട്ടും തന്നെ പവർഫുൾ അല്ല. അപ്പം അയാൾ പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാക്കാരൻ പറയുന്നതിൽ പ്രകാരം ഈ നെഗറ്റീവ് ശക്തി വിട്ട് മാറുമ്പോഴാണ് നമുക്ക് ഒരു അല്പ ആശ്വാസം അല്ലെങ്കിൽ രോഗം പെട്ടെന്ന് മാറിയതായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ശക്തി എന്തായാലും ഈ ഇരുന്ന വ്യക്തി അല്ലെ ഈ ആരുടെ മേലാണ് ഇരുന്നത് പുള്ളി പവർഫുൾ അല്ലാത്തതിനാൽ ഇത് പിന്നീട് വലിഞ്ഞ് പതുക്കെ വന്ന് കയറും. അപ്പോൾ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം നമ്മൾ ഓരോ പ്രാർത്ഥനക്കാരെ അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടതായി വരും. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വ്യക്തികളെല്ലാം ഇവരിൽ നിന്ന് കാശുണ്ടാക്കുകയും വളരുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇവരെയൊക്കെ ആശ്രയിക്കുന്ന ആ സാധുജനത്തിന് ഒരു പരിഹാരം ആകുന്നില്ല. കിട്ടുന്ന പരിഹാരമെല്ലാം താൽക്കാലികമാണ്. ഇവിടെ വേണ്ട പരിഹാരം ഈ നെഗറ്റീവ് ശക്തികൾ ഈ വ്യക്തിയെ പേടിച്ച് ആ വ്യക്തിയെ വിട്ടു പോകണം. അങ്ങനെ പോയാൽ പിന്നെ ആ ശക്തികൾ തിരിച്ച് ഈ വ്യക്തിയിലേക്ക് വലിഞ്ഞു കയറില്ല. കാരണം ഈ വ്യക്തി പവർഫുള്ളായി കഴിഞ്ഞു. നേരത്തെ സംഭവിച്ചത് മറ്റേ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു പുരോഹിതൻ അയാളുടെ ശക്തി കാരണമാണ് ഈ നെഗറ്റീവ് ശക്തി വിട്ട് മാറുന്നത്, അതും കുറച്ച് നേരത്തേക്ക്. പക്ഷേ ഇരുന്ന ഈ വ്യക്തി ശക്തമാനല്ല. പക്ഷേ എന്നോട് ദൈവം പറഞ്ഞത് ആര് നിന്നെ പ്രശ്നങ്ങൾ വിഷയങ്ങളുമായി സമീപിച്ചാലും വരുന്ന വ്യക്തിയെ പവർഫുള്ളാക്കുക, അവരെ ദൈവമായി അടുപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി വളരുന്നത് പേടിച്ച് ഈ വ്യക്തിയുടെ പവർ കാരണം ഈ നെഗറ്റീവ് ശക്തികളെല്ലാം താനെ വിട്ടുമാറും. അങ്ങനെ വിട്ടുമാറിയാൽ പിന്നീട് ഈ വ്യക്തിക്ക് ഈ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം ആസ്വദിക്കാൻ പറ്റുകയും ദൈവം ഉദ്ദേശിച്ച ലെവലിലേക്ക് അവൻ വരികയും പിന്നെ അവൻ്റെ ആത്മാവ് തിരിച്ച് ദൈവത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ മരണത്തിന് ശേഷം ദൈവത്തിലേക്ക് എത്തുന്നത് ഒരു വശം. പക്ഷേ എന്നിലൂടെ ദൈവം പറഞ്ഞത് ഭൂമിയിൽ ഒരു സന്തോഷവും ഒരു സ്വർഗീയ മനുഷ്യർക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ അവനവൻ തന്നെ വളർന്ന് അവനവനുള്ളിലിരിക്കുന്ന ശല്യം ചെയ്യുന്ന അല്ലെ തടസ്സം ചെയ്യുന്ന പൈശാചിക ശക്തികളെ അവനവൻ തന്നെ ജയിച്ച് പുറത്താക്കണം. ഓക്കെ.